നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. കുടിക്കാൻ എന്തെങ്കിലും വേണോ മോനെ? ഒന്നും വേണ്ടമേ, ക്ഷീണം കുറച്ച് കഴിയുമ്പോൾ മാറിക്കോളും. രാത്രിയിൽ വഴിയിലൊന്നും ഇറങ്ങരുതെന്ന് മോനോട് പറഞ്ഞിട്ടുള്ളതല്ലേ? സ്ട്രീറ്റ് ലൈറ്റ് ഓഫ് ആവുമെന്ന് ഞാൻ കരുതിയതാണോ അമ്മേ? വർക്കിലോട് കൂടുതലാണെങ്കിലും ഇനിമേൽ 5 മണി കഴിഞ്ഞാൽ നീ ഓഫീസിൽ ഇരിക്കണ്ട. അഖി ഇരുട്ടുന്നതിന് മുമ്പ് നേരത്തെ വീട്ടിലെത്താൻ ശ്രമിക്കണം. അഖിയുടെ പേടിയൊക്കെ ഇപ്പം മാറ്റുമെന്ന് ചിലരൊക്കെ പല പ്രാവശ്യം വെല്ലുവിളിക്കുന്ന കേട്ടായിരുന്നു. ഒന്നും നടന്നു കണ്ടിട്ടില്ല ഇതുവരെ. നടത്താൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ നടത്തുമെന്ന് വെല്ലുവിളിക്കരുത്. ഇതിനൊക്കെ ഒരു സമയപരിധിയുണ്ട്. അതുവരെ ഞാൻ ക്ഷമിക്കും. പിന്നെ ഞാൻ ചില തീരുമാനങ്ങൾ എടുക്കും. അതിന് ശ്യാമ സൈക്കോളജിസ്റ്റോ സൈക്കാട്രിസ്റ്റോ വല്ലോ ആണോ പെട്ടെന്ന് ഇങ്ങനെ ട്രീറ്റ് ചെയ്ത് പേടി അങ്ങ് മാറ്റാൻ? പക്ഷെ സൈക്കോളജിസ്റ്റിനും സൈക്കാട്രിസ്റ്റിനും അപ്പുറത്താ സ്നേഹമുള്ളൊരു ഭാര്യ. അതാനന്ദേട്ടൻ അറിയില്ലേ? വസു പറയുന്ന കേട്ടാ തോന്നും ശ്യാമയ്ക്ക് അഖിലിനോട് സ്നേഹമില്ല. സ്നേഹിക്കോ സ്നേഹിക്കാതിരിക്കോ എന്തോ ചെയ്തോട്ടെ, അതൊന്നുമല്ല ഇവിടുത്തെ വിഷയം. ചില കരാറുകളുണ്ട്, തീരുമാനങ്ങളുണ്ട്. എന്റെ അമ്മയാ ആദ്യമായിട്ട് ആ തീരുമാനം പരസ്യമായി അറിയിച്ചത്. എന്റെ അമ്മയുടെ തീരുമാനത്തിന് ഒരിക്കലും മാറ്റം ഉണ്ടാവാൻ പാടില്ല. ഈ ഒരു കാര്യം ഞാൻ പല പ്രാവശ്യം ആവർത്തിച്ചിട്ടുള്ളതാ. അപ്പോഴൊക്കെ അത് പാലിച്ചിരിക്കുമെന്ന് എന്റെ മുഖത്ത് നോക്കി ഉറപ്പ് തന്നിട്ടുണ്ടല്ലോ. ഇനിയൊന്ന് നീട്ടിക്കൊണ്ടുപോയാ ഞാൻ രണ്ടും കൽപ്പിച്ചൊരു തീരുമാനം എടുക്കും. ആ തീരുമാനം കേട്ട് ആര് വേദനിച്ചാലും എനിക്കൊന്നുമില്ല. വസു, അഖി ഇവിടെ സുഖമില്ലാതിരിക്കുകയാണ്. അവൻ കിടന്ന് ഉറങ്ങട്ടെ. അതിനിടയിലാണ് ഇത്തരം സംസാരങ്ങളൊക്കെ. ഒരു കോമൺ സെൻസ് ഇല്ലാത്ത പോലെ. അവൻ കുറച്ചു നേരം സ്വസ്ഥമായിട്ട് കിടക്കട്ടെ. മോളെ, നീ അഖിയുടെ അടുത്ത് വന്നിരിക്കും. വാ, നമുക്ക് പോവാം. ശ്യാമേ, അമ്മ പറയുന്നൊന്നും താൻ കാര്യാക്കണ്ടോ? ഇതൊന്നും പുതിയ കാര്യമല്ലല്ലോ. അമ്മ പറഞ്ഞതിൽ കാര്യമുണ്ട് സർ. അത് കേട്ടിട്ട് എനിക്കൊരു ദേഷ്യമില്ല. അതെന്റെ കടമയോ ഉത്തരവാദിത്വമോ അല്ല. അതെന്റെ സ്നേഹം. എന്റെ ജീവന്റെ ജീവനായ അഖിൽ സാറിനോടുള്ള സ്നേഹം. എങ്ങനെയും സാറിന്റെ ഈ പേടി ഞാൻ മാറ്റിയെടുക്കും. അതാണ് ഇനിയുള്ള എന്റെ ജീവിത ലക്ഷ്യം. താൻ എന്തീ ആലോചിക്കുന്നത്? ഒന്നുമില്ല സർ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.